ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. നമ്മൾ കൊച്ചിയിലാണ് ഗൈസ്. വന്നിട്ട് ഒരാഴ്ചയായി. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. നാളെ തിരിച്ച് ട്രിവാൻഡ്രം പോകും. കൊച്ചിയിലെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ ഇതാ. ഇവിടെ സെറി ഇവിടെ ബിസി കുക്കിംഗ്. എന്തൊക്കെയാണ് സെറി ഉണ്ടാക്കിയിരിക്കണത്? എന്താണ് ഉറക്കി പറയാമോ? ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ട്? ഇതെന്താ? ചിക്കൻ കറി. ചൂടാണോ? ഇല്ല, ചൂടാണോ? പൊള്ളിപ്പോയനെ. ഓ ഹെവി ഹെവി. ഇതൊരു മണം, ഭയങ്കര മണം. ഷെഫ് സെറിയുടെ കൊച്ചിയിലെ ചിക്കൻ പ്രിപ്പറേഷൻ. ഇത് കൊച്ചിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രിപ്പറേഷനാണ്. കാരണം ട്രിവാൻഡ്രം കയറിയാൽ പിന്നെ സെറി അടുക്കളയിൽ കയറില്ല. എന്തോ അതൊരു ശീലം. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ ഫുഡ് അടിക്കാൻ പോകുന്നു. ഒരാഴ്ചയായിട്ട് തന്നെ ഗൈസ്. ഞാനും സെറി വീട്ടിൽ ഇരുന്നതുപോലെ സെറി ഉച്ചയ്ക്ക് ചോറും കറി എന്തെങ്കിലും വെക്കാൻ നമ്മൾ ഫുഡ് അടിക്കും. സെറി, നമുക്ക് ഇവിടെ ചോപ്പ് സ്റ്റിക്സ് ഇരിപ്പുണ്ടോ കഴിക്കാൻ? ചോപ്പ് സ്റ്റിക്സ് വെച്ച് കഴിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താ? അതെ, ചുമ്മാ അങ്ങ് അടിച്ചു വിടുക. അതെ, ചോപ്പ് സ്റ്റിക്സ് വെച്ച് നിങ്ങൾക്ക് കഴിക്കാൻ അറിയും. അത് പഠിച്ച് വെക്കണം. ഇപ്പം നമ്മൾ മലയാളികളൊക്കെ കണ്ടിട്ടില്ലേ, പണ്ടൊക്കെ കൈ വെച്ച് കഴിക്കുമായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഫോർക്കും സ്പൂണും നൈഫും വെച്ച് മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പം എന്തോ മലയാളികൾ ചോപ്സ്റ്റിക്ക് വെച്ച് മാത്രമേ കഴിക്കൂ. അല്ലേ തെരുമ? അതെന്താ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ മറ്റേ ഇതൊക്കെ കാണുന്നോണ്ടായിരിക്കും. മറ്റേ എന്താ തീരുമാനിക്കും? അനീമയാണ് അത് കാണുന്നോണ്ട് അവർക്കൊക്കെ ചോപ്സ്റ്റിക്ക് വെച്ചാണ് കഴിക്കുന്നത്. അല്ല, അവര് ആ സൈഡിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും ഇപ്പോഴുള്ള കൊച്ചുകുട്ടികൾക്കെല്ലാം ഉപയോഗിക്കാൻ. അതാണ്. അപ്പോൾ എല്ലാവർക്കും ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിക്കാൻ അറിയാം. നമ്മളത് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത് നല്ലൊരു സ്കില്ലാണ്. നമ്മൾ ഇനി ഫ്യൂച്ചറിന് വേണ്ടി അത് പഠിച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ചോപ്സ്റ്റിക്കായി തുടങ്ങിയിരിക്കുന്നു. എല്ലായിടത്തും അല്ല, കുറേ സ്ഥലത്തൊക്കെ ചോപ്സ്റ്റിക്ക്. അല്ല, ഞാൻ പറഞ്ഞ വേറെ ഒന്നും ഉണ്ടല്ലോ. ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക എലഗൻസ്, ഒരിങ്ങനെ അല്ലേ കഴിക്കുന്ന കാണാനൊരു ഭംഗി. നമ്മളിങ്ങനെ ചപ്പളാക്കി ചവച്ചെടുത്ത് വായിക്കാത്ത ഇടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ചോപ്സ്റ്റിക്ക് വെച്ച് വീട്ടിൽ വെച്ച് മറ്റേ കിട്ടുകുട്ടൻ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിച്ച് കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ ഡാഡ് വന്ന് ചോപ്സ്റ്റിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഡാഡ് വന്ന് ചോപ്സ്റ്റിക്ക് കഴിച്ച് പഠിപ്പിച്ചു കൊടുത്ത്. അതിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇട്ടായിരുന്നു. കേസ് ഒന്ന് കണ്ടു നോക്കുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു. ഡാഡ് മിക്കവാറും എന്നെ ചവിട്ടും. ഇഷ്ടം കണ്ടു. ഇതൊക്കെ എന്ത് അമ്മ കഴിഞ്ഞു കാണി. അയ്യോ, സൂപ്പർ. ഇങ്ങനെയാണ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത്. ചെറിയ സാധനങ്ങൾ എടുക്കാന്നുള്ള ചെറിയ സാധനങ്ങൾ എടുക്കാൻ പഠിക്കും. വലിയ സാധനം എടുത്ത് കാണിക്കും. ചെറിയ എടുത്ത് കാണിച്ചില്ല. ചെറുതെടുക്കാനോ ബുദ്ധിമുട്ട്. അത് അറിയാം. പക്ഷെ ഇതൊന്നും എടുത്ത് നോക്കട്ടെ. കണ്ടിട്ട് കൊടുത്ത നോക്കട്ടെ. കൊച്ചയുടെ ജപ്പാനിലൊക്കെ ആയിരുന്നു. അത് കഴിച്ചിട്ടില്ല. പക്ഷെ One eternity later. അതെന്താണെന്നറിയോ? കിട്ടും ചീസ് ആഡ് ചെയ്ത്. അതുകൊണ്ടാണ്. പണ്ട് കഴിക്കുമായിരുന്നില്ലേ? ഇതൊക്കെ എന്ത് അതാണ് ഗൈസ് ഡാഡിൻ്റെ അതിഭയങ്കരമായ ചോപ്സ്റ്റിക്ക് കൊണ്ടുള്ള കളികൾ. അങ്ങനെയൊന്നുമല്ല ഗൈസ്. ഡാഡ് പണ്ട് ചോപ്സ്റ്റിക്കിലൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളതാണ്. ഡാഡ് ജപ്പാനിലും അവരുടെയൊക്കെ പോയിട്ടുള്ളതാണ്. ഡാഡ് ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. പണ്ട് വർക്കിൻ്റെ ആവശ്യത്തിനായി സൗദി അറേബ്യയിലായിരുന്നപ്പോൾ, പണ്ട് ഗൾഫിലായിരുന്നപ്പം, മിഡിൽ ഈസ്റ്റിലായിരുന്നപ്പം ഇതുപോലെ കുറേ കൺട്രീസ് സഞ്ചരിച്ചിട്ടുള്ള ആളാണ്.
പല കൾച്ചേഴ്സും കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചോപ്സ്റ്റിക്കൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്, ചുമ്മാ ഈസി ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ അങ്ങനത്തെ ആ സാധനം യൂസ് ചെയ്യാത്തത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ചുമ്മാ കളിയാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കഴിക്കുമ്പോൾ വരാം ഗൈസ്. ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, സെറിയുടെ ഫുഡ് റെഡിയായി. ഇതെന്തൊക്കെയുണ്ടെന്ന് പറയാം. ചോറ്, ചിക്കൻ കറി, ചിക്കൻ കറി പീസ്, ഇത് ബീട്രൂട്ട് തോരൻ, ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ച അച്ചാർ, നാരങ്ങ അച്ചാർ, ഇത് ചമ്മന്തി, ചട്നി. ശരി, നിനക്കിങ്ങനെ ചോറിൻ്റെ പുറത്ത് കറി ഇടുന്ന ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്ത് ടിപ്പെട്ടത്? ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? നീ വെച്ച കറിയാകുമ്പോൾ ചോറിൻ്റെ പുറത്തിടാം. ശരിക്കും ഇങ്ങനെ ചോറ് എൻ്റെ പുറത്തൊന്നും ഇടുന്ന ഇഷ്ടമല്ല, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. എനിക്കങ്ങനൊന്നുമില്ല ചോറിൻ്റെ പുറത്തിട്ടാൽ. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്ന ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യും. ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. ഇവിടെ ആരും കമൻറ്റ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇതാണ്. ഓ മൈ ഗോഡ്, ഡെലിഷ്യസ്. എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല, സൂപ്പർ ചിക്കൻ കറി ആണോ? ചിക്കൻ കറി, ബീട്രൂട്ട് അച്ചാറ്, പീനട്ട് ചട്നി സൂപ്പറാണ്. കറി ഉണ്ടാക്കിയോണ്ട് പറയല്ല, ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കും അറിയാം. സൂപ്പർ. ഇച്ചയും വെച്ചിട്ട് പറയാം. ചൂടല്ലേ, ഞാൻ കഴിച്ചിട്ട് പറയാം. ചൂടില്ലെന്ന് പറഞ്ഞിട്ട് തൈരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നമുക്കുള്ളത് വെച്ച് ഓണം. ഓ ഡെലിഷ്യാസോ, ഇതാണോ ഡെലിഷ്യാസോ എന്ന് പറയണേ. എന്തൊരു ചൂട്. ഓ, അവർക്ക് അവളുടെ ഫുഡിൻ്റെ എക്സ്പ്രഷൻ കാണിക്കണം. ഇല്ല, ഞാൻ കറക്റ്റായിട്ട് അടിപൊളി അടിപൊളി. അച്ചാറിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അച്ചാർ വെളിയിൽ നിന്ന് വാങ്ങിച്ചാണ്, പക്ഷേ ചിക്കൻ കറി എങ്ങനെ ഉണ്ട്? കാരം എരിവുണ്ട്. എരിവ് പിന്നെ ജെറിയുടെ കൂടെ പുറപ്പായതുകൊണ്ട് അതെന്തായാലും കാണും. ഒരു സൂപ്പർ റൈസ്, അടിപൊളി, നല്ല ടേസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യൂ. ആരെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യും, എങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവർ കമൻറ്റ് ചെയ്യൂ. എന്നിട്ട് ഞാനും ചെറിയും അനുവേട്ടനും കൂടെ ഡിന്നർ കഴിക്കാൻ, ലാസ്റ്റ് സപ്പർ എന്ന് വെച്ചാൽ ഇന്നും കൂടെ കൊച്ചിയിലുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് സപ്പർ നെഗറ്റീവ് അടിക്കല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പുറത്ത് പോകും, വെളിയിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് കാണിക്കാം. ഓക്കെ, ബൈ ഗൈസ്. സൂപ്പർ ലഞ്ചായിരുന്നു, അടിപൊളിയായിട്ടുണ്ടാക്കി. വെറുതെ പറയുന്നല്ല, വല്ലപ്പോഴേ ഉള്ള ഫുഡ് ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു, എല്ലാം അടിപൊളിയായിട്ടുണ്ടാക്കി. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ, ജെറി വല്ലപ്പോഴേ കിച്ചണിൽ കയറുള്ളൂ. പക്ഷേ കിച്ചണിൽ കയറുമ്പോൾ കിച്ചൻ്റെ അവസ്ഥ കാണിച്ചില്ല. ഇതാണ് അവസ്ഥ കേസ്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു, സൂപ്പർ. കൺഗ്രാറ്റുലേറ്റ് ചെറി. സൂപ്പർ ഫുഡ് പറഞ്ഞാൽ അടിപൊളി ഫുഡ്, സൂപ്പർ ടേസ്റ്റ്. അമ്മ ഉണ്ടാക്കുന്ന എത്ര വരില്ല, എന്നാലും അല്ല ചുമ്മാ അടിപൊളി. ഇത് നോക്ക് ഗൈസ്, പെട്ടെന്ന് നോക്ക്, കാർമേഘം, ഇവിടെ ഒരു സ്റ്റോം വരാൻ പോകും. അയ്യോ നോക്ക് സോറി, സ്കാരി. ഇത് വാവാ, എനിക്ക് കണ്ടിട്ട് വാവല്ല തോന്നുന്നു, വേറെന്തോ പോലെ തോന്നുന്നു. നല്ലൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് ഗൈസ്. പേമാരി കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അപ്പോൾ ബൈ. അപ്പോൾ നമുക്ക് പിന്നീട് വൈകിട്ട് വെളിയിൽ പോകുമ്പോൾ കാണാം. ഓക്കെ, ഇതാണ് ഗെറ്റ് റെഡി വിത്ത് അസ്. എങ്ങനെയല്ലേ പറയുന്നത്? ഓക്കെ, ഇത് ഗെറ്റ് റെഡി ആയി വിത്ത് അസ്. നമ്മളപ്പം പുറത്തു പോകാൻ പോകുന്നു ഗൈസ്. അനുപേട്ടൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങും, എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോകും. എവിടെ ഫുഡ് അടിക്കാൻ പോകുമെന്ന് അറിയില്ല. നമ്മളത് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് അതിൻ്റെ ചെറിയ ഗ്ലിംസ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ബൈ ബൈ. OTD എന്ന് വെച്ചാൽ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ.
ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കണ്ടോളൂ. ചെറിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഞാൻ കളിച്ചു. സാന്റാക്ലോസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ചെറിയുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇതാണ് ഗൈസ്. ഒരു റെഡ് നീണ്ട ടീഷർട്ട് അല്ല പിന്നെ ടീഷർട്ട് ഡ്രസ്. ഓക്കെ, അപ്പം ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കണ്ടു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഒരു ലിനൻ ഷർട്ടും ബാഗി ജീൻസ്. അപ്പം നമുക്ക് പോയിട്ട് കാണാം. ബൈ. അയ്യോ, ലിഫ്റ്റ് അടിച്ചു പോയാ? തുറക്കുന്നു അടയ്ക്കുന്നു, തുറക്കുന്നു അടയ്ക്കുന്നു. അതാ അടച്ചു. ഡിസ്കോ ഡാൻസ്. DJ ലൈറ്റ്സ്. ഓ മൈ ഗോഡ്, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ഫ്ലാറ്റിലെ ലൈറ്റ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ നമ്മൾ അതിന് ഡിസ്കോ ലൈറ്റ്സ് ആക്കി പറ്റി. നമ്മൾ ആദ്യമായിട്ട് ക്രോഫ്റ്റിൽ വന്നിരിക്കുകയാണ് ഗൈസ്. അനുപേട്ടൻ സിമ്പിൾ ഡ്രസ്സിങ്ങിൽ നിൽക്കുന്നു. ഓഫീസ് കഴിഞ്ഞ് വന്നതാണ്. ബുദ്ധി വളരാത്തൊരു കുട്ടി ആട്ടിത്തരുവും ചോദിക്കുന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ക്രോഫ്റ്റ്. ഇവിടെ നമ്മൾ കഴിക്കാൻ പോകുന്നത്. എൻ്റെ മൊബൈലിൽ ചാർജ് തീർന്ന് ബാറ്ററി തീർന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. സ്ഥലം നല്ല സ്ഥലമാണ്. എന്താ നല്ല ഏരിയ. ജാപ്പനീസ് ഫുഡാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും. ജാപ്പനീസ് ക്യുസീനാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് പറ്റുന്ന ഫുഡ് കൊണ്ടുവന്ന് നോക്കാം. കഴിച്ച് നോക്കിയിട്ട് പറയാം ഗൈസ്. നല്ല തിരക്കാണ്, ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. ക്ലോസിങ് ടൈമും ആയി വരുന്നു. നോക്കാം. ഡിഷിന്റെ ഫോട്ടോ എടുത്താ ഇതിപ്പോൾ കണ്ട മന്തി പോലെ. അനുപേട്ടനെ നോക്കിട്ടാ ഇത് റോ ബീഫാണ് ഗൈസ്. വെറി റോ ബീഫ് കഴിക്കാൻ പോവാണ്. വാളാവുമെന്ന് കണ്ടറിയാം. ഇതെന്നെ കൊടുക്കാനുള്ള പരിപാടിയാണെന്ന്. കൊള്ളാം. നമ്മുടെ ഇതിന് മേളാട്ട് വേണം. GT is not a rice up. There was one that യഥാർത്ഥത്തിൽ അറിയില്ല. അങ്ങനെയല്ല. ഓഡിയോ മാറ്റി ഞാൻ വേറെ കേട്ടു. ഹായ് ഗൈസ്, നമ്മൾ തിരിച്ച് വരാം. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് വരുന്നതും അവിടുത്തെ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇടയ്ക്ക് നിങ്ങൾ കണ്ട വീഡിയോസൊക്കെ സെറിയുടെ മൊബൈൽ എടുത്തതാണ്. ഇതും സെറിയുടെ മൊബൈലിൽ എടുത്തതാണ്. അപ്പോൾ എന്തോന്ന് സെറിക്ക് ഇതെന്തോ പറയാനുണ്ട്, കണ്ടുള്ളൂ. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മഫിൻസ് മേടിച്ചു. ക്രോഫ്റ്റിൽ പോയപ്പോഴത്തേക്കും ഡച്ച് ബേക്കറി ആണ് ഒരു ലേഡി നടത്തുന്നത്. ഷീസ് എ ഫോറിനർ മാരീഡ് ടു എ മലയാളി. അപ്പൊ പുള്ളിക്കാരി നടത്തുന്നതാണ്. കണ്ടോ? ഇതൊന്നും ഞാൻ ഇടാൻ പോകുന്നത് കട്ട് കയറി. എന്തുവാ കഷ്ടമുണ്ടാവും. അവരുടെ നമ്മൾ 2-3 സാധനങ്ങൾ മേടിച്ച്. ഒരെണ്ണം ഫെറോറോ റോഷെ ചോക്ലേറ്റ് മഫിൻ, ഇത് ലെമൺ വാനില കപ്പ് കേക്ക് മേടിച്ചു. ഇതെന്താണ്? ഇത് ബ്ലൂബെറി ചീസ് കേക്ക്.
ബ്ലൂബെറി ചീസ് കേക്ക്. ഓക്കെ, ബ്ലൂബെറി ചീസ് അപ്പൊ അത്രേ കേക്ക് ഉള്ളൂ. ഒരെണ്ണം കൂടെ മേടിച്ചു. ഇനിയെന്താ? നമ്മള് പിന്നെ പകുതി വെച്ച് തിന്ന് തീർത്തു. ഒരു ക്രോസാൻ. അത് ആൽമണ്ട് ക്രോസാണ്. നല്ല Okay. ടേസ്റ്റ് ആയിരുന്നു. ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ ഹെഡ്വെയറിന് എൻ്റെ പേര് OG രാമൻ. OG രാമൻ കഴിച്ചു. പ്രതീക്ഷ അത്ര വലിയ സംഭവമൊന്നുമല്ല, കുഴപ്പമില്ലായിരുന്നു. ആ പ്രൈസിനുള്ള അത്രയും സംഭവമൊന്നുമല്ല. ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ബീഫ്, റോ ബീഫൊക്കെ നമ്മൾ കഴിച്ചു. അത് മാത്രം വേണ്ടായിരുന്നു എനിക്ക് തോന്നി. 4200 4200 ഇല്ലായിരുന്നു, ടു ബി വെരി ഓണസ്റ്റ്. പക്ഷെ കൊള്ളാം, കുഴപ്പമില്ല. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ബീഫ് ടട്ടാക്കി ആക്ച്വലി ഒരു റോ ബീഫിന്റെ ഡിഷ് ഉണ്ടായിരുന്നു, ബീഫ് ടട്ടാക്കി. അത് മാത്രം കൊള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റാമൻ, ഒരു ചിക്കൻ്റെ ഒരു റാമൻ ഞാൻ കഴിച്ചു. ഇച്ചായൻ വേറെ ഒന്ന്. ആ റോ ബീഫിന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടു. ടറ്റാക്കി എനിക്ക് കുറച്ച് അറ്റാക്കിങ് ആയിട്ടാണ് തോന്നിയത്. എന്തായാലും എൻ്റെ പൊതുവെ പിന്നെ റൈസ് ബീഫ് സ്റ്റേക്ക് റൈസ് സാധനങ്ങളാണ്, അത് കൊള്ളായിരുന്നു. ഭയങ്കര കൊള്ളാമല്ല, കുഴപ്പമില്ലായിരുന്നു. ബാക്കിയൊന്നും വലിയ സംഭവമായിട്ട് തോന്നില്ല. എന്തായാലും നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കുക. OG റാമൻ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ബൂമ്പ പറയട്ടെ തീർക്കാം. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തിരിച്ച് ട്രിവാൻഡ്രം പോകുന്നതാണ് ഗൈസ്. നമ്മുടെ കൊച്ചി യാത്രയുടെ അവസാനിച്ചു. അപ്പം നെക്സ്റ്റ് വ്ലോഗ്. സ്റ്റേ ഹെൽത്തി ഗൈസ്. ബൈ 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 ബൈ. എന്തോ